കൊച്ചിയിൽ നല്ല മഴയും മഴക്കെടുതികളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആസിഫിനോട് ഇപ്പോൾ ചോദിക്കാനുള്ളത് ഈ ശക്തമായ മഴയും കാറ്റും കാരണം വഞ്ചി മറിഞ്ഞൊരു യുവാവിനെ കാണാതായിട്ടുണ്ട്. ആസിഫ, അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്താണ്? ശരി, തീർച്ചയായും വഞ്ചി മറിഞ്ഞ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആ യുവാവിനെ കാണാതായത്. പക്ഷേ ഇതുവരെയായും ആ യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 4 പേരായിരുന്നു വഞ്ചിയിൽ ഉണ്ടായിരുന്നത്. ചെറായിലാണ് യുവാവിനെ കാണാതായത്. ചെറായി തൃക്കടാപ്പള്ളി പുഴയിലാണ് ഇന്നലെ വൈകുന്നേരം 6:30 കൂടി വഞ്ചി മറിഞ്ഞ് യുവാവിനെ കാണാതായത്. എന്തായാലും എവിടെയെങ്കിലും നീന്തി കയറിയിട്ടുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലൊന്നും ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ 4 പേർ വഞ്ചിയിലുണ്ടായിരുന്നതിൽ 3 പേർ നീന്തി കയറുകയും ചെയ്തു. സാബ്രിക്കൽ മുരളിയുടെ മകൻ നിഖിലിനെയാണ് കാണാതായത്. പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് പുഴയിൽ ചീനവലയുണ്ട്. ആ ചീനവലയുടെ അടുത്തേക്ക് പോയ സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പറയുന്നത്. സേതു, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ടതാണ്. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് പ്രളയ മുന്നറിയിപ്പ് ലെവൽ കടന്ന സാഹചര്യമുണ്ട്. പക്ഷേ മുന്നറിയിപ്പ് ലെവൽ കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും വെള്ളം വർദ്ധിക്കുന്നതായാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം. വാണിംഗ് ലെവൽ എന്ന് പറയുന്നത് 10.927 മീറ്ററാണ്. ഡേഞ്ചർ ലെവൽ എന്ന് പറയുന്നത് 11.93 മീറ്ററാണ്. ഈ 6:30 കണക്ക് പ്രകാരം 11.04 മീറ്ററിലേക്ക് വെള്ളം ഉയർന്നിട്ടുണ്ട്. 8 മണിയുടെ കണക്ക് വരുമ്പോൾ അത് 11.05 ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് മലങ്കര ഡാമിന്റെ 2 ഷട്ടർ താൽക്കാലികമായി